എന്നുള്ളത് അതിൻ്റെ സംഘാടകർ എസ് രമേശ് നായർ സ്മൃതി ട്രസ്റ്റാണ്. നിങ്ങൾ അതിനെ പരിഗണിക്കുന്നത് എന്താണെന്നാണ് ഞാൻ അവരോട് ചോദിച്ചത്. അവർ പറഞ്ഞതും ഇതാണ്. പഴയ കാലങ്ങളിൽ ഞങ്ങൾ കുറേ കാലമായി പഴയ കുറേ ആചാരസ്ഥാനികൾ, വിവിധ സമുദായങ്ങളിലെ ആചാരസ്ഥാനികളെ ഞങ്ങൾ ഈ നിലയിൽ കണ്ടപ്പോഴും വന്നത് രണ്ട് മേഖലയിലും നിങ്ങളെ ശ്രദ്ധിക്കുകയുണ്ടായി. ഒന്ന്, ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങുകൾ വളരെ കർശനമായി പഴയ കാലത്ത് എന്തോ ഉണ്ടായി അതിനെ അടിസ്ഥാനമാക്കി പറയുമ്പോഴും ചില വ്യവസ്ഥകളൊക്കെ ക്ഷേത്രത്തിനകത്ത് മാറ്റമില്ലാതെ കൊണ്ട് നടക്കും. അപ്പം അത് ചില മിത്തുകളെ അടിസ്ഥാനമാക്കി ഒരു ഊഹാപോഹത്തിലൂടെയാണ് പറയുന്നതെങ്കിൽ പോലും അതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് പഴയ തലമുറയിലെ ആചാരസ്ഥാനികരെ കൂടെ പോവുകയും അവരോട് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ച് സംശയങ്ങൾ വരുന്ന ആളുകൾക്ക് ഇന്നത് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം അവരെനിക്ക് കാണിച്ചു തന്നത് ശ്രീ മണ്ഡലം MLA വിജിൽ അവർ കാണിച്ചത്, ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ ഞങ്ങൾ കാണിച്ചത് പറഞ്ഞു. ഞങ്ങളെ മറ്റു തലങ്ങളിൽ അങ്ങേ ഞങ്ങൾ കണ്ടത് ഈ ഒരു സ്നേഹമാണ്. ആചാരസ്ഥാനികളിൽ ആചാരപ്പെട്ടപ്പോഴൊക്കെ എനിക്ക് ചിലപ്പോഴുണ്ട് പഴയ ആളുകളൊക്കെ വന്ന് ചിലപ്പോൾ വേറെ സ്നേഹം തുറന്നുകൊണ്ട് കൈ പിടിക്കുമ്പോൾ എന്നോട് പല പഴയ ആളുകൾ പറയും, അത് ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ ചേർത്ത് പിടിക്കല് അത് അവര് നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെയുള്ള രാജഗോപാലങ്ങളിൽ അടക്കമുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയപ്പോൾ അദ്ദേഹം ആകെ സങ്കടം പറഞ്ഞത് ഒന്നും കഴിക്കൂലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമാണ്. പക്ഷെ വളരെ നല്ല ബന്ധം നിലനിർത്താൻ മറ്റ് സമൂഹങ്ങളിലേക്ക്, മറ്റ് മേഖലകളിലേക്ക് അങ്ങ് വ്യാപൃതരാകുന്നു എന്നും രണ്ട് കാരണങ്ങളാണ് ഞങ്ങൾ അങ്ങേ ഈ പുരസ്കാരത്തിന് അർഹനാക്കാൻ ഞങ്ങൾ തെരഞ്ഞെടുത്തത് എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്.